I gave you my heart. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫിഷിൻ്റെ ബൗൾ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും, എൻ്റെ മീനിൻ്റെ ബൗൾ ഫുള്ള് വൃത്തികേടായി കിടക്കുവാണ്. സോ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒരു കപ്പിലെടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബൗളിലെ വെള്ളം ഫുള്ളങ്ങ് നമുക്ക് കമത്തി കളയാം. കുറച്ച് അടിഭാഗം എത്താറാവുമ്പോൾ നമുക്ക് നിർത്തണം. ഞാനിപ്പം നിർത്തുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മീനിനെ നമുക്ക് മെല്ലെ പിടിച്ച് നമ്മൾ എടുത്തു വെച്ച കപ്പിലേക്ക് നമുക്ക് പിടിച്ചിടാം. സോ ഗൈസ്, ഞാൻ ആ മീനെ പിടിച്ചെടുത്ത് കപ്പിലോട്ടിട്ടു. നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. സോ അതിനകത്ത് ഇങ്ങനത്തെ ചെടികളും എല്ലാം ഉണ്ടെങ്കിൽ അതിനെ എടുത്തൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഫിൽറ്ററും ഉണ്ടാവും, സ്റ്റോൺ ഫിൽറ്ററും ഉണ്ടാവും. അതിനും കൂടെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് സൈഡിലേക്ക് വെക്കാം. നമ്മുടെ ബൗളിൽ നമ്മൾ പകുതി വെച്ചിരുന്ന വെള്ളവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റോൺസും നമുക്കൊരു ബക്കറ്റിലേക്ക് മൂവ് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല വേസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അത് നമുക്കൊന്ന് ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ വെള്ളം കളയാൻ. വാഷ് ചെയ്ത് ഇങ്ങനെ ഞാൻ പാക്കുന്ന മാതിരി ആക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമത്തി കളഞ്ഞാൽ മതി. സോ നിങ്ങൾക്ക് വേസ്റ്റ് ഒരുപാട് പോകുന്ന കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഹെൽത്ത് വാഷ് യൂസ് ചെയ്ത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം സ്റ്റോൺസ്. നിങ്ങളുടെ ടാപ്പിൽ ക്ലീൻ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഹെൽത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ അത് ചെളിവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ തെറിച്ച് പൊക്കോളും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബൗളൊന്ന് വെള്ളം ഇട്ട് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പെടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ആയിട്ട് നമ്മൾ നല്ലപോലെ ഉരച്ച് ക്ലീൻ ആക്കണം. സൈഡിൽ നടുക്കും എല്ലാം. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ പായലിലൊക്കെ നമ്മൾ തേച്ച് കല്ലുപ്പും കൊണ്ട് മാത്രമേ നമ്മൾ കഴുകാവുള്ളൂ. വേറെ സോപ്പ് വെച്ചോ ഷാമ്പു വെച്ചോ ഒന്നും നമ്മൾ കഴുകരുത്. അത് കാരണമാണ് ഈ മീൻ വേന്ന് ചാവുന്നതും. സോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പെബിൾസ് അല്ലെങ്കിൽ സ്റ്റോൺസ് നമുക്ക് അങ്ങോട്ട് ഇടാം. കഴുകി വെച്ച സ്റ്റോൺസ് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലപോലെ ഒരു ലെയർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയറിൽ നമുക്ക് ഇടാം. സോ ഗൈസ്, നമുക്കിതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. ഒരു ആവറേജ് ഒരു 3/4 ഭാഗം വരെ നമുക്ക് വെള്ളം നിറയ്ക്കാം. അത് രസമുള്ളൂ. അതിനേക്കാളും കൂടുതൽ നമ്മൾ നിറച്ചൊരു വൃത്തികേടായിട്ട് കാണും. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ഭാഗം ഈ റേഞ്ചിലായിട്ട് ഞാൻ വെള്ളം നിറയ്ക്കാൻ പോവാണ്. സോ അത് കഴിഞ്ഞ് ഉടനെ കുറച്ച് കല്ലുപ്പ് ഇട്ട് ക്ലീൻ ആക്കണം. ഞാൻ പിന്നെയും പറയുവാണ്, സോപ്പോ ഷാമ്പുവോ ഇട്ട് കഴുകരുത്. നമുക്ക് അതിനിട്ട് കല്ലുപ്പ് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതുപോലെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് മീനിന് നല്ലതാണ്. പിന്നെ നമ്മൾ മീനിനെ അന്നേരം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് ഇടാം. സോ നമ്മുടെ ബൗളിൻ്റെ പുറത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. അതിനേക്ക് നമുക്കത് തുണി വെച്ച് തുടച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ന്യൂസ് പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് തൂത്ത് വയ്ക്കുകയാണ്. നല്ല ക്ലീൻ ആയിട്ട് ഷൈൻ ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമുക്ക് പ്ലാന്റ്സിനെ അങ്ങ് ഇറക്കി വയ്ക്കാം. ഞാൻ ഇറക്കി വെച്ച പോലെ ഇറക്കി വയ്ക്കാം. അത് നിങ്ങളുടെ കയ്യിൽ വല്ലതും ആൻറ്റി ബാക്ടീരിയലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെഡിസിനലായിട്ട് എന്തും. ഞാനിപ്പോൾ ബ്ലൂ കളറിൻ്റെ മിസ്റ്റർ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യെല്ലോ കിട്ടും മാർക്കറ്റിൽ, ഗ്രീൻ കിട്ടും, റെഡ് കിട്ടും, പിങ്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണേൽ കിട്ടും.
പിന്നെ ഞാൻ ഫിൽറ്ററിൻ്റെ പൈപ്പും കൂടെ ഇടുവാണ്. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം കാണാൻ കഴിയും. സോ ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്കൊരു ലൈറ്റ് കാണാൻ പറ്റുന്നു. ഈ ലൈറ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയ എന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. We about to turn it up.